വളരെ ഈസിയായി വെട്ടുതുണിയിൽ നിന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വെട്ടുതുണി ആദ്യം രണ്ടായി മടക്കുക, പിന്നെ അതിൻ്റെ നടുവിൽ രണ്ടായി മടക്കുക, വീണ്ടും ഇങ്ങനെ ഒന്നുകൂടി മടക്കുക. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവൊന്ന് നമുക്ക് നോക്കാം. 3.25 ഇഞ്ചോളം ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട്, ഇതുപോലെ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ വേറൊരു പീസ് എടുക്കാം. രണ്ടും രണ്ട് കളർ എടുക്കുന്നതാണ് കാഴ്ചയ്ക്ക് അല്പം ഭംഗി കിട്ടുന്നത്. ഇതുപോലെ എടുത്തു, അത് ഇതുപോലെ കട്ട് ചെയ്തു. ഇതിൻ്റെ അളവ് അതിനേക്കാൾ ചെറുതാണ്. ഇത് 2 ഇഞ്ചേ ഉള്ളൂ. മറ്റേത് 3.25 ഇഞ്ച് ഉണ്ടായിരുന്നു. ഇനി ഒരു സൂചി നൂലും എടുത്ത് ഇതിന് സൈഡിൽ കൂടി ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. എന്നിട്ട് അത് ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ കോർത്ത് കൊടുക്കാം. അതിനുശേഷം അവസാനം ഇത് ഇതുപോലെ വലിച്ചു മുറുക്കിയെടുക്കണം. അതൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഈ വലിച്ചു മുറുക്കി അത് അവിടെ കെട്ടി വയ്ക്കാം. ഉണ്ടോ, ഇങ്ങനെ കെട്ടണം. അതിനുശേഷം ഉണ്ടോ, ഇതുപോലെ കിട്ടും. ഇപ്പം തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത പീസ് നമുക്ക് എടുക്കാം. അടുത്ത പീസും എടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. രണ്ട് വലുപ്പത്തിലുള്ളത് എടുത്താൽ ഇത് ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ. ഒരേ വലുപ്പത്തിലുള്ളത് എടുക്കരുത്. 2 കളറുള്ളത് എടുക്കുന്നതാണ് ഭംഗി. ഈ അല്പം ഈ ഒഴുകി കിടക്കുന്നത് കൂട്ട് തുണിയല്ലാതെ കണ്ട് ഇച്ചിരി ബലമുള്ള സൈസ് തുണികൾ ഉപയോഗിക്കുന്നതാണ് ഈ പൂ ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഇതും ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും അതുപോലെ ഒന്ന് വലിച്ചു മുറുക്കി അവിടെ ഒന്ന് ഭംഗിയാക്കി വിട്ട് ഇതുപോലെ വലിച്ചു മുറുക്കി ഒന്ന് ഉറപ്പിച്ച് തയ്ച്ചു കൊടുക്കുക. അത് ഇച്ചിരി ബലം കൂടുതലുള്ള തുണിയാണ്. അതുകൊണ്ട് നല്ലപോലെ ഒന്ന് കെട്ടി വെച്ചാലും മതി. ഇങ്ങനെ ചുറ്റിന് ഇതിട്ട് സൂചിയിട്ട് നൂലിട്ട് നല്ലപോലെ ഒന്ന് കെട്ടി വെച്ചാലും ഇത് ഭംഗിയായിട്ടിരിക്കും. അപ്പം ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. ഇത് ഇങ്ങനെ വേണം വെക്കാനായിട്ട്, കമത്തി വെക്കരുത്. ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇത് കാണാനായിട്ട് അല്പം ഭംഗി. അതിനുശേഷം ഇത് രണ്ടും കൂടി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. അങ്ങനെ ഉറപ്പിച്ച് കൊടുത്തതിന് ശേഷം നടുക്ക് ബട്ടൺസോ മുത്തോ എന്തെങ്കിലും ഇട്ട് അതിൻ്റെ തയ്യൽ കാണാത്ത വിധം, അതിൻ്റെ തുണിയുടെ പീസ് കാണാത്ത വിധം നമുക്ക് അതൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.